വാഗമണിലോട്ട് ടൂർ പോവാ ഗൈസ്. പൊക്കോണ്ടിരിക്കും. ഒരു ബാഗും കൂടി ഉണ്ട്. എല്ലാവരും എത്തിക്കാണ്. ഞാൻ ലേറ്റാ. 1:41 1:30 എത്താൻ പറഞ്ഞാ. അപ്പോൾ ഗൈസ് ബാക്കി അവിടെ ചെന്നിട്ട് എടുക്കാം. നമ്മളങ്ങനെ സ്കൂളിലെത്തി. ട്രിപ്പ് പോവുകയാണ് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മളെ ട്രിപ്പ്. ഹലോ ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ്. എല്ലാരും ഭയങ്കര ലുക്കായിട്ടുള്ളൂ ഗൈസ്. കണ്ടോ അമ്മ ഉപദേശം പറയാൻ തുടങ്ങി. അപ്പം നമ്മളിനി ബസ്സിൽ കയറിയിട്ട് കാണിക്കാം. നമ്മളെല്ലാം ഒരു ബസ്സിലാവുമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോ ലിസ്റ്റ് വായിക്കാൻ പോവാ. ഇപ്പൊ ടൂറിന്റെ ബസ്സിന്റെ. അപ്പൊ ഇതെല്ലാരും ക്ലാസ്സിലിരിക്കുന്ന പോലെ എല്ലാരും ഇരുന്നിട്ടുണ്ട്. നമ്മൾ കത്തിക്കും, ഫയറാക്കും. ഗായ്സ്, ഞാനും തന്നെ ശ്രീയും ഡിപ്രഷൻ അടിച്ച് തുള്ളുന്നതാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ ബസ് മാറിയിട്ട് നമ്മൾ ഭയങ്കര സാഡായി. ഒറ്റയ്ക്കിരുന്ന് തുള്ളുമായിരുന്നു ഗൈസ്. ഒരു ബസ്സിൽ ഒറ്റയ്ക്കായിരുന്നു. നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു ബസ് പ്രതീക്ഷിക്കാം. അപ്പൊ പഴംപൊരി നമ്മള് ചായ കുടിക്കുക. എവിടെ സ്ഥലം എവിടെയാ? ഏതൊരു സ്ഥലത്ത് എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പം വൈബാക്കാം ആകുമായിരിക്കും. പഴംപൊരി എനിക്കിതൊന്നും കാണാൻ പറ്റൂല ഗൈസ്. ഇവിടെ എല്ലാരും മോയെ ഗൈസ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ തുടരുന്നതാണ് നിങ്ങളിൽ കാണുന്നത്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് കോഴിക്കോട് എത്തി. കാലിക്കറ്റ് ബീച്ച്. ബാക്കി എല്ലാവരും ഒന്നും കാണുന്ന കൂടിയില്ല. ആരൊക്കെയോ എവിടേക്ക് വരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഇപ്പം കാണിച്ചുതരാം. അധികം ക്ലാരിറ്റി ഒന്നും അറിയത്തില്ല. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വ്ളോഗ് ഇടും. ഇത് വൈബാണ്, ഒടുക്കത്തെ വൈബ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, ശാമ്പോലെയായി. 8:30 വരെ ഇവിടെ ഇരിക്കണം എന്ന് പറയും. ഇപ്പൊ സമയം 7:30 ആയിട്ടുള്ളൂ. 7:30 ആയിട്ടേ ഉള്ളൂ. നമ്മളെനിക്ക് കുറേ അറിയത്തില്ല. ടൗണിലോട്ട് പോകണം. പക്ഷെ എവിടെ എന്ത് പോകണമെന്ന് അറിയത്തില്ല. കോഴിക്കോടാ. എനിക്ക് വെള്ളം വേണം, വിശക്കുവാ. പൈസ ഇല്ല. പുണ്യാനടുത്ത് പൈസ ഉണ്ടോ ഗൈസ്? അത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാവരോടും അങ്ങനെ പറഞ്ഞ. പിന്നെ ഇവിടെ പുല്ലിങ്ങനെ തട്ടിയിട്ട് ചൊറിയുക. ഇതൊക്കെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തും. യെസ്, അത്രയേ ഉള്ളൂ അല്ലേ? ബൈ. ഫീസ് 0.5 എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനകത്ത് എടുക്കുക. എന്നാ പറ. ആൾക്കാരെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമോ? ക്രിഞ്ചടിക്കുന്നു ഗൈസ്. നിങ്ങളിനി കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൾ ചെയ്ത് ആൾക്കാരെ അടുത്തോട്ട് വരുത്തുന്നതാണ്.
നമ്മള് നിങ്ങളെ കണ്ടു, നിങ്ങൾ തന്നെ നമ്മളെ കണ്ടുപിടിക്കും. ഫ്ലാഷ് ലൈറ്റ് ഓടില്ല. ദിമ്മൻ നമ്മളെ നോക്കുന്നുണ്ട്. എടി ഇപ്പൊ ഇങ്ങോട്ട് നോക്കടി, ഫ്ലാഷ് ലൈറ്റ്. എടി ഫ്ലാഷ് ലൈറ്റ് നോക്ക തിരിച്ച്. എടി ദിമ്മനിക്ക്, എടി അന്നെ ഇങ്ങോട്ട് നേരെ വലത്തോട്ട് നോക്ക. എടി ഫ്ലാഷ് ലൈറ്റ്. എടി we saw you. ഫ്ലാഷ് ലൈറ്റ് അത് പൊട്ടന്മാരാ. അങ്ങ് പോകും എങ്ങോട്ട്? ഇവിടെ കോള് പുണ്യ വേറെ മൂട്ടിലാണ്. എടി ഫ്ലാഷ് നോക്ക്. രണ്ട് ഫ്ലാഷ് ഉണ്ട്, ഒന്നല്ല രണ്ട്. ട്രേസിയെ അടിച്ചു കൊടുക്കുക. കാണുന്നില്ല. ഫ്ലാഷ് ഒന്നുകൂടി അടിച്ചു കൊടുക്കാം. അവര് ടൗണിലോട്ട് പോയെന്ന് തോന്നുന്നു. തപ്പിപ്പാ ഒന്നും പറയുന്നില്ല. മ്യൂട്ടാന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഞാനിരിക്കുന്നത്? നമ്മൾ അവരെ കണ്ട്, അവര് നമ്മളെ കാണുക. അവര് നമ്മളെ എടി നമ്മളെ നിന്നെ കണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോന്നേ? ഇപ്പൊ കാണുന്നില്ല. നിങ്ങൾ വല്ലതും പറയുന്നുണ്ടോ? നിങ്ങൾ എവിടെയാ? അവിടെ തന്നെ, അവിടെ എവിടെ ഉണ്ട്. നമ്മള് ഫ്ലാഷ് അപ്പ് ചെയ്ത് ആ പൂളിന്റെ അടുത്തേക്ക് വരാൻ പറ. പൂളിന്റെ അടുത്ത് വാ. പൂളിന്റെ അടുത്ത് ഈ സ്വിമ്മിംഗ് പൂള് കണ്ട എന്നോടോ സ്കുറിയാൻ ഡിന്നർ വിൽ ബി ഓൺ. They are here. ഞാൻ ഇവരോട് പറഞ്ഞ അവരതിലെ കൂടെ പോകുന്നു. ഓക്കെ ഗൈസ്, അവര് നമ്മളെ കണ്ടുപിടിച്ചു ഒടുവിൽ. താഴെ അവള് പൊങ്കാല എനിക്ക് താഴത്തുള്ളൂ. ഇവിടെ എന്ത് നടക്കുന്നേ? ഇവിടെ അന്നാറോസും നിത്യയും ബീച്ചിൽ എന്ത് ചെയ്യുന്നു? വന്നിട്ട് എന്ത് ചെയ്യുന്നു? സീസോ കളിക്കുന്നത്. ഇവരുടെ റിയാക്ഷൻ ചോദിക്കും. നിങ്ങൾക്ക് ഇതിനോട്ടുള്ള റിയാക്ഷൻ പറ. വളരെ നല്ല മികച്ച ഒരു തീരുമാനം. ആദ്യത്തെ നിന്റെ അതെ, നിന്റെ മികച്ചത്. നീ വാക്കുകൾ നാക്കിന് പുറത്തോട്ട് വരുന്നു. ഇവള് കേറിയതാ. എല്ലാരും പോയി. എല്ലാം ഇത് പറയാനില്ല, വാക്കുകളില്ല. നമ്മുടെ ചെയർമാൻ സീസോ ആക്ക്. അതോ അവിടെ സാധു, ഇവിടെ പൊങ്ങി, അവിടെ പൊങ്ങി, ഇവിടെ സാധു. ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. എനിക്ക് കയറണം. അതാ ഇവക്കും കയറണം. ഇറങ്ങടി. എടി ഹൈമം പൊട്ടും. അന്ന കേറി. ഗൈസ്, അപ്പം നമ്മൾ ബീച്ചിലൊക്കെ കറങ്ങി ബോറടിച്ച് നമ്മൾ എന്താക്കി? നമ്മൾ ദോശ തിന്നാൻ പോയി ഗൈസ്. അപ്പോൾ ടൗണിലോട്ട് നമ്മൾ പോയി ദോശ തിന്നുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗീ റോസ്റ്റും ഓംലെറ്റും ആണ്. ഇപ്പം അവൻ ബട്ടർ റോസ്റ്റാ. ബട്ടർ റോസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട് ഉറങ്ങുമ്പോൾ. ഓക്കെ ഗൈസ്, ദോശ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആക്രാന്തമാണ് നിങ്ങൾ കാണുന്നത്. ആ ദോശ ആ പ്ലേറ്റിൽ 1 സെക്കൻഡ് ഇരുന്നിട്ടുള്ളൂ.
അതിന് ശേഷം അത് അപ്രത്യക്ഷമായിപ്പോയി. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കയറി നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തുന്നു. അതിനിടയ്ക്കുള്ള തുള്ളലാണ് നിങ്ങളീ കാണുന്നത്. ഓ ഇങ്ങനെ ഇടണല്ലോ പറഞ്ഞ പോലെ. ആ ഗായ്സ് ഞാൻ മറന്നു. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് വ്ലോഗ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഉള്ള കോഴിക്കോടാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഫുഡ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതിന് നമ്മൾ നേരെ എന്താവും, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഗമണിലോട്ട്. വാഗമൺ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാഗമൺ. അപ്പോൾ ഫുഡിൻ്റെ റിവ്യൂ. നല്ല ഫുഡാണ്. പൊറോട്ട, നെയ്ച്ചോറ്, ചിക്കൻ കറി, അച്ചാറ്, ചർലാസ്. നല്ല ടേസ്റ്റ്. പൊറോട്ടയും ചർലാസും നല്ല കിടില ഫുഡാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ്. സാന്തേനെ കിട്ടില്ലേ? കിടിലാണ്. അവിടെ ശിവനന്ദി ഉണ്ട്. എല്ലാവരും അല്ല ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ടാ മറ്റുള്ളവർ കഴിച്ചേ. അന്നെ ഏത് മൂഡ്? പൊളി മൂട്. പാമ്പിടി ചാമടി ഗൈസ് ഇവിടെ റിസോർട്ടുണ്ട്. കൊള്ളാം. പിന്നെ ഈ താമിടി ചാമടി അടിക്കുമ്പോണ്ടല്ലോ എനിക്ക് നമുക്കടിക്കത്തില്ല. ഗൈസ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് വിട്ടു. നേരെ വാഗമണിലാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ്. അത് അടുത്ത ദിവസം രാവിലെയാണ് എത്തത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് തുള്ളുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ ഡേ 1 വ്ളോഗ് ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ഇനിയും വ്ളോഗുകളായിട്ട് നമ്മൾ വരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ കുത്തിപ്പൊട്ടിക്കുക. അപ്പം ഗൈസ് ബൈ.